ഡോക്ടറെ ഒരു ഡൗട്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പയ്ക്ക് മൂക്കിൽ സ്മെല്ലായിട്ട് ENT ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു മൂക്കിൽ ഫംഗസ് ആണെന്ന്. അങ്ങനെ ഫംഗസ് വരുമോ? അതുപോലെ ചെറുപ്പക്കാർക്കൊക്കെ മൂക്കിൽ ഫംഗസ് വരാവോ? അതെ, വരും. എന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഇഷ്ടംപോലെ ഫംഗൽ സ്പോർസ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ തന്നെ നമ്മുടെ സൈനസിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ബോഡി അതിലേക്ക് അലർജിക് ആവുന്നതാണ് ഈ അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അത് ചെറുപ്പക്കാരിലാണ് കാണുക. അപ്പോൾ അതിൽ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അലർജിക് സിംറ്റംസ് ആയിട്ട് തന്നെ അവർ പ്രസൻറ്റ് ചെയ്യുക. അതായത് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, വിട്ടുമാറാത്ത ജലദോഷം, വിട്ടുമാറാത്ത കഫക്കെട്ട്, വിട്ടുമാറാത്ത മൂക്കടപ്പ് ചെറുപ്പക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് മനസ്സിൽ വെക്കണം എന്നാണ്. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നോർമലി നമ്മളൊരു ENT സർജനെ കണ്ടു കഴിഞ്ഞാൽ ക്ലിനിക്കലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻഡോസ്കോപ്പി ചെയ്യുക, CT ചെയ്യുക, അതൊക്കെ വെച്ചിട്ടാണ് നമ്മളത് അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് ആണെന്ന് തീരുമാനിക്കുന്നത്. ഫ്രണ്ടിൻ്റെ ഉപ്പയ്ക്ക് വന്നതും അപ്പോൾ ഇത് തന്നെ ആയിരിക്കും? അത് പ്രായമുള്ള ആളല്ലേ, അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് നോർമലി ചിലപ്പം ഫംഗൽ ബോൾ ആയിരിക്കും. അതായത് ഈ ഫംഗൽ സൈനസൈറ്റിസ് 2 തരത്തിലുണ്ട്, ഇൻവേസീവും നോൺ ഇൻവേസീവും. ഇപ്പോൾ ഈ അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് എന്നൊക്കെ പറയുന്നത് നോൺ ഇൻവേസീവ്, അതായത് ടിഷ്യൂലേക്ക് അത് കയറി ആക്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ പ്രായമുള്ളവർക്ക് വരുന്ന കുറേ കാലമായിട്ട് സൈനസൈറ്റിസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരിൽ ആ വെന്റിലേഷൻ ഇല്ലാത്ത സൈനസിൻ്റെ ഉള്ളിൽ ഫംഗസ് വളരും. അതിനാണ് ഫംഗൽ ബോൾ എന്ന് പറയുന്നത്. അവർക്ക് ഭയങ്കര മണവും പിന്നെ ഈ ഫേഷ്യൽ പെയിനും പ്രഷറൊക്കെ ഉണ്ടായിരിക്കും.